മാഷേ വാ. മാഷെ ഞാൻ വിളിപ്പിച്ചേ, നമ്മുടെ മായ മിസ്സിന്റെ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ, നമുക്ക് എന്താ മാഷെ ചെയ്യാൻ പറ്റുമോ? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരിട്ട് പോയി അവർ പാരന്റ്സിനോട് സംസാരിക്കാം. ഇല്ല ടീച്ചറെ, എന്നാ മാഷ് ടീച്ചറെ കൂട്ടിയിട്ടെ ആ കുട്ടിയുടെ വീട് വരെ ഒന്ന് പോയിട്ടെ ഒന്ന് പോയി അവരുടെ പാരന്റ്സിനെ ഒന്ന് കണ്ടോളൂ. പിന്നെ നമുക്ക് സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അത് അറേഞ്ച് ചെയ്യാം. എന്നാ പിന്നെ നമുക്ക് ഈ സൺഡേ തന്നെ പോയല്ലോ മാഷേ? നമുക്ക് പോവാം, സൺഡേ തന്നെ പോവാം. ടീച്ചർ വിഷമിക്കേണ്ടെന്നേ നമുക്ക് ടീച്ചറുണ്ടോ? മോളെ കുടിക്കാനാണെങ്കിലും കുടിക്കാൻ ഗ്ലാസ് വെള്ളം വേണ്ട. ആ മോളെ. സർ, ഗായത്രി ഒരാഴ്ച ആയാലോ ക്ലാസ്സിൽ വന്നിട്ട്? അത് അവൾക്ക് ഒരു പ്രപ്പോസൽ വന്നു. അതങ്ങ് പ്രൊസീഡ് ചെയ്യാന്ന് വെച്ചു. എന്താണെങ്കിലും പറയുന്നത്, നന്നായിട്ട് പഠിക്കുന്ന നല്ല കഴിവുള്ള കുട്ടിയല്ലേ, ഇത്ര ചെറുപ്രായത്തിൽ കെട്ടിച്ചു വിടണോ? അവൾ എവിടെ എത്തിയിട്ട് പോലും ഇല്ലല്ലോ. ആ പഠിച്ചിട്ടപ്പോ എന്തിനാ, പെണ്ണുങ്ങളായല്ലേ അടുക്കളയിൽ എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ പഠിക്കും. പിന്നെ കെട്ടിയുടെ വീട്ടിൽ പോയാലേ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം, എത്രയോ പോകും. അല്ലാതെ പിന്നെ അത്രയൊക്കെ മതി. ഒരു ചെറിയ കുട്ടി അവളെങ്ങനെ ഇത്ര ചെറുപ്രായത്തിൽ മറ്റൊരു വീട്ടിൽ പോയി സർവൈവ് ചെയ്യും? അതൊക്കെ നടക്കും. ഞാനവരുടെ അമ്മയെ കിട്ടുമ്പോഴേ അവൾക്കും 18 വയസ്സാ. ഇന്നത്തെ കാലത്ത് ഏത് പാരന്റ്സാണ് ഇത്ര നേരത്തെ കെട്ടിച്ചുവിടുന്നത്? കൃത്യമായ വിദ്യാഭ്യാസം കിട്ടാതിരുന്ന അവൾക്ക് അവിടെ ഒരു പ്രശ്നം വന്നാൽ അവൾ എന്ത് ചെയ്യും? ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം മനസ്സിലാവുന്നതല്ലേ? അതൊക്കെ നോക്കിയിട്ട് എന്റെ മോളെ കെട്ടിച്ചുവിടും പക്ഷേ. എല്ലാ മാതാപിതാക്കളും അവനവന്റെ മക്കളുടെ ജാതകവും പിന്നെ വലിയ ബാങ്ക് ബാലൻസും കാറും ചോദിക്കുന്ന എല്ലാം കൊടുത്തിട്ടല്ലേ കല്യാണം കഴിക്കുന്നത്. എന്നിട്ട് എന്താ നടക്കുന്നത്? ഒരു വർഷം കഴിയുമ്പോഴത്തേന് അവര് സൂയിസൈഡ് ചെയ്യുന്നൊരു വിവരം കിട്ടും. മക്കളെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാറായിട്ട് ഈ കല്യാണത്തിനൊക്കെ ഇറങ്ങി പുറപ്പെടാൻ പോരെ? അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടാവില്ലേ അവർക്ക്? ടീച്ചറെ, ചീത്തപ്പേര് കേൾക്കുന്നതിന് മുമ്പേ കെട്ടിച്ചുവിടുന്നത് നല്ലത്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് ബോർഡാ. അവരെങ്ങനെയാവണം എന്ന് തീരുമാനിക്കുന്നത് മാതാപിതാക്കളും ടീച്ചേഴ്സും ഈ സമൂഹം എല്ലാം കൂടി ചേർന്നിട്ടാണ്. സാറേ, ഇത്ര ടാലന്റ് ആയിട്ടുള്ള ഈ കുഞ്ഞിന്റെ ജീവിതം നിങ്ങളായിട്ട് നശിപ്പിച്ച് കളയരുത്. കുട്ടിയെ സംബന്ധിച്ച്
വിവാഹമല്ല അവസാനം. അവർ പറക്കട്ടെ ഉയരങ്ങളിലേക്ക്. ഇവരുടെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ വേറൊരു വിവാഹം കഴിക്കാതിരുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. ഇവർ സ്കൂളിൽ പോയി തിരിച്ചു വരുന്നത് വരെ തീരെ മനസ്സില് മാഷെ, ഞാനൊരിക്കലും എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. ഒരു കാലിച്ചായ പോലും ഞാൻ പുറത്തു കുടിക്കാറില്ല. ആ പൈസ ഉണ്ടെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങാനും കഴിക്കും. പക്ഷേ എനിക്കൊരു ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും വിഷമിക്കില്ലായിരുന്നു. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മക്കള് ഒരിക്കലും ഞാനൊരു ചീത്തപ്പേര് കേൾപ്പിക്കില്ല. ഞങ്ങൾക്ക് അമ്മയോ ഇല്ല. അച്ഛനെങ്കിലും അറ്റ്ലീസ്റ്റ് ഞങ്ങളൊന്ന് മനസ്സിലാക്കും. അച്ഛനെ വിട്ട് ഞങ്ങൾ എവിടെയും പോകത്തില്ല. ഞങ്ങളെ പഠിപ്പിച്ചാൽ മാത്രം മതി. അച്ഛനെ ഞങ്ങൾക്ക് പഠിപ്പിച്ചാൽ ഞാൻ എൻ്റെ അല്ലുവിനെ നോക്കി അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അച്ഛനെങ്കിലും ഒന്ന് മനസ്സിലാക്കും പ്ലീസ്. ശരിയാ മാഷെ, എന്റെ മക്കളെ ഞാൻ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ആരും വിശ്വസിക്കാനാ? മോള് പഠിച്ചോ, ഞാനായിട്ട് ഇവരുടെ ചിറകുകളരിയില്ല. അവര് പറക്കട്ടെ, ഉയർന്നു പറക്കട്ടെ, ആകാശത്തോളം പറക്കട്ടെ.